ആർക്കെങ്കിലും ഇടയ്ക്കൊക്കെ സ്കൂളിൽ പോകാനൊക്കെ മടി വരാറുണ്ടല്ലേ? നമുക്ക് പകരം വേറെ ആരെങ്കിലും സ്കൂളിൽ പോയിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചു. എത്ര നടക്കാത്ത ആഗ്രഹമെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇതാ സംഭവം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നമുക്കറിയാം, കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ ജപ്പാൻകാർ എന്നും മുൻപന്തിയിലാണ്. ഇപ്പോഴിതാ അത്യാവശ്യ ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പകരമായി സ്കൂളിൽ പോകാനും ക്ലാസ് മുറികളിൽ ഇരുന്ന പാഠഭാഗങ്ങൾ പഠിച്ചെടുക്കാനും റോബോട്ടുകളെ ഉപയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ജപ്പാനിൽ ഒരു നഗരം. സ്കൂളിൽ പോകാൻ വിമുഖത കാണിക്കുന്ന കുട്ടികൾക്ക് ഒരു പഠന സഹായി എന്ന നിലയിലും മടിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുവാനും സ്കൂളുകളുമായുള്ള അവരുടെ അപരിചിതത്വം ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയുമാണ് ഇത്തരത്തിൽ റോബോട്ടുകളെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ റോബോട്ടുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടിലിരുന്ന് തന്നെ പാഠങ്ങൾ പഠിക്കുവാനും അധ്യാപകരുമായി സംസാരിക്കാനും സാധിക്കുന്നതാണ്. ജപ്പാനിലെ പ്രാദേശിക പത്രമായ മൈനിച്ചി ഷിംബുൻ പത്രം പറയുന്നതനുസരിച്ച് തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ കുമോമോട്ടോ എന്ന നഗരമാണ് വിദ്യാർത്ഥികൾക്കായി ഇത്തരത്തിലൊരു വെർച്വൽ ഹാജർ പരീക്ഷണം റോബോട്ടുകളിലൂടെ നടപ്പാക്കാൻ പദ്ധതിയിടുന്നത്. മൈക്രോഫോണുകൾ, സ്പീക്കറുകൾ, ക്യാമറകൾ എന്നിവ ഘടിപ്പിച്ച ഈ റോബോട്ടുകൾ വഴി വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുമായും അധ്യാപകർക്ക് വിദ്യാർത്ഥികളുമായും എളുപ്പത്തിൽ ആശയവിനിമയം നടത്താൻ സാധിക്കും. 3 അടി വലിപ്പമുള്ള ഈ റോബോട്ടുകൾ സ്വയം ചലനശേഷി ഉള്ളവയായിരിക്കും. എന്തായാലും നവംബർ മാസത്തോടെ റോബോട്ടിനെ ക്ലാസ് മുറികളിൽ അവതരിപ്പിക്കുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. COVID-19 മഹാമാരിക്ക് ശേഷം ജപ്പാനിൽ സ്കൂളിൽ പോകാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഇത്തരത്തിലൊരാശയം ഉയർന്നു വന്നത്. എന്തായാലും കുട്ടികളുടെ മാനസിക പിരിമുറുക്കം ഇതുമൂലം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കരുതുന്നുവെന്നാണ് മുനിസിപ്പൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അധികൃതർ പറയുന്നത്.